എൻ്റെ പേര് ഷിജോ കുര്യൻ. എൻ്റെ വീട് പാലാണ്. ഞാൻ ജോലി സ്വന്തമായിട്ട് താമസിക്കുന്നത് നിലമ്പൂരാണ്. അപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായ 2-3 അനുഭവങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷവും ഞാൻ ആദ്യം ഒരു വർഷം മുന്നേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ഉടമ്പടി ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് അന്നും പറഞ്ഞു തന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ മൈൻഡിൽ ക്ലിക്കായില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിൽ നമുക്ക് വേണ്ട രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല. നമ്മളെന്തോ അച്ഛനെപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു ഫങ്ഷണൽ രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തങ്ങ് പോയി. പക്ഷേ അതിനുശേഷം ഈ രണ്ടാമത്തെ പ്രാവശ്യം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുണ്ടായ കുറച്ച് സംഭവങ്ങളും പിന്നെ ഈ രണ്ടാമത് ഞാൻ റിന്യൂ ചെയ്തപ്പോൾ വന്ന് പുതുക്കിയിട്ട് രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോഴും അതിൻ്റെ ഇടയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ അച്ഛൻ പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമുക്കതിൽ നിന്ന് കൂടുതൽ എൻ്റെ ഒരു സാക്ഷ്യത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ 2021 ജനുവരി മാസത്തിൽ മാൾട്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ജോബ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ദുബായിലുള്ളൊരു ഏജൻറ്റ് ത്രൂ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 6-7 മാസത്തോളം എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ പോലും വരാതെ ഭയങ്കര എന്താ പറയുക, അതിനൊരു റെസ്പോണ്ട് ഇല്ലായിരുന്നു അവിടുന്ന്. അപ്പോൾ അത് ഏജൻറ്റ് മുഖാന്തരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ CV-യുടെ കുറച്ച് കാരണങ്ങളൊക്കെ കാരണം അങ്ങനെ കോളുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ അതിനിടയ്ക്കാണ് എൻ്റെ വൈഫ് എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ സൗദിയിൽ നിന്ന് ജോലി നിർത്തിയിട്ട് ഇവിടെ വീട്ടിൽ വന്ന സമയമാണ്. കൊറോണയൊക്കെ കാരണം അങ്ങനെ നിർത്തി പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ വന്നു. വൈഫ് ഇങ്ങനെ പറഞ്ഞു നമുക്ക് കൃപാസനത്തിലൊന്ന് പോകാം, ഇങ്ങനെ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നു, ഞങ്ങൾ ഉടമ്പടി എടുത്തു, തിരിച്ചു പോയി. അപ്പം അന്നേരം ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ബുക്കിൻ്റെ ബാക്കിലുള്ള പ്രാർത്ഥന ചൊല്ലും, പിന്നെ ബൈബിൾ വായിക്കുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലാതെ അതിൻ്റെ ഫ്രണ്ട് തുറന്നിട്ട് നമ്മളൊന്ന് വായിച്ച് നോക്കിയില്ല. അത് അവിടെയാണ് നമുക്ക് പറ്റിയ പരാജയം. അത് ശരിക്കും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ആ സംഭവങ്ങൾ ചെയ്യേണ്ടതെന്ന്. എല്ലാം ഒന്നും നമുക്ക് 100% ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ഒരു 50-60% നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറായപ്പോഴാണ് അതിന് റിസൾട്ട് വന്നു തുടങ്ങിയത്. ഞാനിപ്പോൾ ഈ മാൾട്ടയുടെ കാര്യം പറഞ്ഞാൽ എന്നിട്ട് നമ്മളിങ്ങനെ ഇത് മുന്നോട്ട് പോയി. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഒറ്റ ഇൻ്റർവ്യൂ കോൾ എനിക്ക് വന്നുള്ളൂ. ഞാൻ അറ്റൻഡ് ചെയ്തു, അതിൽ പാസ്സായി. ഇൻ്റർവ്യൂ അവർ ജോബ് ഓഫർ ചെയ്തു, ജോബ് ഓഫർ ലെറ്ററും വന്നു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തിട്ട് പോയി കഴിയുമ്പോഴാണ് ജോബ് ഓഫർ ലെറ്റർ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ജോബ് ഓഫർ ലെറ്റർ വന്നു, അവിടെ നിന്നു സംഭവം. ആ ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വരും ഐഡൻറ്റിറ്റി മാൾട്ടയിൽ നിന്ന്, പ്രിൻസിപ്പൽ അപ്രൂവൽ ലെറ്റർ എന്ന് പറയും. അതും വന്നു. അതൊരു 180 days 6 months വാലിഡേറ്റ് ഉള്ളൊരു ലെറ്ററാണ് കിട്ടുക. അതും വന്നു. അവിടെ നിന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ VFS സെൻറ്റർ ഇന്ത്യയിലുള്ളതെല്ലാം അടച്ചുപോയി. ഞങ്ങൾക്ക് ആർക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. വിസ സ്റ്റാമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരിടത്തും ഓപ്പൺ അല്ല. അപ്പോൾ ഒരു 6 മാസം അതിൻ്റെ വഴി അങ്ങ് പോയി. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്രിൻസിപ്പൽ ലെറ്ററും ഓൾമോസ്റ്റ് എക്സ്പയറി കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. അപ്പം ഈ എക്സ്പയറിയുടെ ഒരു 1 week മുന്നേ ഞാൻ ഏജൻറ്റുമായിട്ട് തർക്കത്തിലായി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്ന പൈസ തിരിച്ചു തരണം. അപ്പോൾ അവർ പറയുന്നുണ്ട് അവർ ഓൾറെഡി വർക്ക് പെർമിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തതാണ്, ഇനി അവർ തരാൻ പറ്റില്ല എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു. പക്ഷേ എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് എംപ്ലോയർ ഒന്നുകൂടെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം, ചിലപ്പോൾ ഇത് റിന്യൂ ചെയ്ത് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. കാരണം ഇത്രയും 6 മാസത്തോളം ഈ VFS സെൻറ്റർ അടച്ചിട്ടുകൊണ്ട് ഇങ്ങനെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ റിന്യൂ ചെയ്ത് എനിക്ക് തന്നു. എന്നിട്ടും നമുക്ക് ഈ ലെറ്റർ മാത്രമേ റിന്യൂ ചെയ്ത് തന്നുള്ളൂ. VFS സെൻറ്ററിൻ്റെ ഡേറ്റ് എനിക്ക് കിട്ടുന്നുണ്ടായില്ല. അവർ തുറന്നതിന് ശേഷം ഈ 6-7 മാസം കഴിഞ്ഞപ്പോൾ അവർ തുറന്നു. പക്ഷേ എനിക്ക് റിന്യൂ ചെയ്ത് കിട്ടിയത് 90 ദിവസത്തെ ഒരു അപ്രൂവൽ ലെറ്ററാണ്. അപ്പം എന്നിട്ടും എനിക്കിങ്ങനെ ഡേറ്റൊക്കെ ട്രൈ ചെയ്തു. ആദ്യം ഞാൻ എന്നിട്ടൊരു ഡേറ്റ് എനിക്ക് കൊച്ചിയിലേക്ക് ഒരു ഡേറ്റ്, കൊച്ചി VFS സെൻറ്ററിൽ എനിക്കൊരു ഡേറ്റ് അപ്രൂവായി. ഞാനങ്ങനെ ആ ഡേറ്റ് എടുത്ത് പോകാനെല്ലാം ഇതായിട്ട് ഓക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് അടുത്ത കോടാലി വരുന്നത്. ഒരു നോട്ടറൈസ് ചെയ്ത ഡോക്യുമെൻ്റ്, അതായത് ഒറിജിനൽ മാൾട്ട വക്കീൽ നോട്ടറൈസ് ചെയ്യാത്ത കോപ്പി അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ ഡേറ്റ് വരുന്ന ഒരു 2-3 ദിവസത്തിനുള്ളിൽ. അപ്പോൾ എന്തായാലും എനിക്കത് മാൾട്ടയെ വിട്ടിട്ട് അവിടുന്ന് നോട്ടറൈസ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഡേറ്റ് ലാപ്സായി. എനിക്ക് പോകാൻ പറ്റിയില്ല ആ ഡേറ്റിൽ. പിന്നെ രണ്ടാമത് നമ്മളൊരു ഡേറ്റിന് വേണ്ടിയിട്ട് എൻ്റെ ഈ റെഫറൻസ് നമ്പർ വെച്ചിട്ട് അപ്രോച്ച് ചെയ്ത് കഴിയുമ്പം എനിക്ക് ഈ റെഫറൻസ് നമ്പർ ഓൾറെഡി ഒരു പ്രാവശ്യം ഡേറ്റ് എടുത്തതായതുകൊണ്ട് എനിക്ക് 45 ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ എംപ്ലോയറോട് പറഞ്ഞ് പുതിയ ഇത് വാങ്ങിക്കുക, അതെന്തായാലും അവർ തരില്ല. കാരണം ഓൾമോസ്റ്റ് അവരൊരു 1 year എന്നെ റിക്രൂട്ട് ചെയ്തിട്ട്. അപ്പോൾ അവരെന്തായാലും അത് തരില്ല. അപ്പോൾ ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വൈഫിനോടൊക്കെ ആലോചിച്ച് നല്ലപോലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഏജൻറ്റിൻ്റെ ഒരു ഇതിങ്ങനെ ഡേറ്റൊക്കെ എടുത്ത് കൊടുക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു നമുക്കൊരു ഡമ്മി നമ്പർ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം റിസ്ക് നിങ്ങളുടെയാണ്, കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഡമ്മി നമ്പർ വെച്ചു. അങ്ങനെ ബാംഗ്ലൂർ എനിക്കൊരു ഡേറ്റ് കിട്ടി. ഞാൻ പോയി അവിടെ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യൂവിൽ നിൽക്കുക. അപ്പം ഞങ്ങൾ ചെന്നു. എൻ്റെ പേര് മാത്രം വിളിച്ചില്ല, എന്നോട് പറഞ്ഞ് മാറി നിൽക്കാൻ പറഞ്ഞു സൈഡിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡമ്മി നമ്പർ ഉള്ളതുകൊണ്ട് എന്നെ ഇനി അകത്തേക്ക് കയറി വിടൂല. ഒരു ലേഡി അകത്തുനിന്ന് പെട്ടെന്ന് ഇറങ്ങി വന്ന് എന്തോ എനിക്ക് അന്നേരം എനിക്ക് തോന്നി ചിലപ്പോൾ എന്താ പറയുക, ഒരു മതാ പ്രതീക്ഷപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് അവിടെ ഇറങ്ങി വന്നിട്ട് ഇടന്നിട്ട് എന്താണ് സാർ, ഒരു മലയാളി ലേഡിയാണ്. ഞാൻ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ സൈഡിൽ ഞാൻ പറഞ്ഞു എൻ്റെ പേര് വിളിച്ചിട്ടില്ല.
അപ്പോൾ ഞാനിങ്ങനെ കൊന്തയിലും കാശുരൂപത്തിലൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ചേക്കാം, അതേമേ എങ്ങനെയും ഒന്ന് കടത്തി വിടണം, കാരണം ഇത് അകത്തൊന്ന് കയറി കിട്ടിയാൽ പിന്നെ അവരെ പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ വരുന്നിട്ട് എന്നോട് പറഞ്ഞു വെയിറ്റ് ഐ വിൽ ചെക്ക് എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോയി. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് അവർ തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു സാർ കയറി പോരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കയറി ചെന്നു. ഡോക്യുമെൻറ്റ്സ് അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ഡമ്മി നമ്പർ, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഇവർ ഇനി മുകളിലേക്ക് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൾട്ടയുടെ സെൻട്രൽ വിസ യൂണിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇത് റിജക്ഷൻ വരാം. കാരണം ഒരുപാട് റിജക്ഷൻസ് ഇപ്പോൾ ആ ഒരു കൺട്രിയിലേക്ക് പ്രത്യേകിച്ച് നടക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേരെ ഇങ്ങനെ ട്രാവൽ ഏജൻസിയൊക്കെ കയറ്റി വിടുന്നുണ്ട്, ഒരുപാട് റിജക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വെച്ച് ഓൾമോസ്റ്റ് എന്നോട് ആ ഏജൻറ്റ് പറഞ്ഞത് ഞങ്ങളുടെ കൂടെ വെച്ചാൽ ഒരു 80% റിജക്ഷൻ വന്നു. അപ്പോൾ എൻ്റേത് അപ്പോൾ ഈ ലേഡി ഇങ്ങനെ അകത്ത് കയറിപ്പോയി ബയോമെട്രിക് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഏകദേശം ഒരു 40-45 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കൊറിയർ ചെയ്ത് എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടി. അപ്പോൾ ഞാനതൊരു വളരെ എന്താ പറയുന്നത്, 2 പ്രാവശ്യം അപ്രൂവൽ ലെറ്റർ എക്സ്പയർ ആയിപ്പോയത്, പിന്നെ നമുക്കൊരു ഡേറ്റ് എടുക്കാൻ പറ്റാതെ വന്നത്, അതെല്ലാം ഒരു നൂൽപ്പാലത്തിലൂടെ പോയിട്ടാണ് ഇത്രയും റിജക്ഷൻ വരുന്നതിൻ്റെ ഇടയിലും എനിക്കത് പാസ്സാക്കി കിട്ടിയത്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ടും മാതാവിൻ്റെ ഒരു മാധ്യസ്ഥ ഇടപെടൽ അതിലുണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു അത് റിജക്റ്റ് ആയി പോകാൻ വേണ്ടിയിട്ട്. കാരണം ഒരു 2 വർഷത്തോളം ഞാനെടുത്ത എഫേർട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് റിജക്റ്റ് ചെയ്യാനായിട്ട് ആ പടം നമ്മുടെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ ഭയങ്കര ജെനുവനായിട്ടുള്ള ഒരാളായിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം അത് നമുക്ക് ചെയ്തു തന്നു. ഞാൻ ഈ 20-ാം തീയതി മാൾട്ടയ്ക്ക് ഫ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ ഈ അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞു, ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഒന്ന് സ്പീഡപ്പ് ആയത് രണ്ടാമത് ഞാനിവിടെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ആ ഉടമ്പടിയിൽ അപ്രോച്ച് ചെയ്ത രീതി ഞാനൊന്ന് മാറി, അതിൻ്റെ ഒരു രീതി മാറി. അപ്പോൾ എനിക്ക് അതിൻ്റെ രണ്ടാമത്തെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഫീൽഡ് പ്രകാരം പൊതുവെ നമുക്കിതൊക്കെ അവൈലബിൾ കൂടുതലായതുകൊണ്ട് അമിതമായിട്ട് ഇതിനൊരു അഡിക്റ്റായി പോയ ഒരാളാണ് ഞാൻ. പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടത്തി നോക്കി. അപ്പം അങ്ങനെ കുറച്ച് ദിവസം പിടിച്ച് നിൽക്കും, പിന്നെ വീഴും, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. ടെൻഡൻസി ഭയങ്കരമായിട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലാത്തൊരു ഇതായിരുന്നു. ഞാൻ അഡിക്ഷനൊക്കെ പോയി അങ്ങനെയൊക്കെ പോയി ട്രൈ ചെയ്തിട്ടും എനിക്ക് കൺട്രോൾ ചെയ്ത് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ഒരു 45-50 ദിവസമായിട്ടുണ്ടാകും ഞാനിവിടെ വന്നു പോയിട്ട് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്നത്. ഞാൻ അവിടുന്ന് ആയിരിക്കുന്ന വാതിലിൻ്റെ അവിടുന്ന് ഇവിടെ വരെ എനിക്ക് ശരിക്കൊന്നും നടന്നു വരാനുള്ള ഒരു ആരോഗ്യസ്ഥിതി എനിക്കില്ലായിരുന്നു. അതേപോലെ ഞാൻ ഷിവർ ചെയ്യുന്നുണ്ട്. കാരണം ഈ മെൻ്റലി സ്ട്രെസ്, ഈ പോകാനുള്ള കാര്യങ്ങളൊന്നും റെഡിയാകുന്നില്ല, അതിനിടയ്ക്ക് കടബാധ്യത കൂടുന്നു, ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം ഇതാണ്. അപ്പോൾ ഞാനിവിടുന്ന് ഈ അച്ഛൻ എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു, പൊക്കോന്ന് പറഞ്ഞു, കാശുരൂപം തന്നു. ഞാനിത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി ഞാൻ പോയി. എനിക്ക് പിന്നെ ആ ഒരു ടെൻഡൻസി എൻ്റെ മൈൻഡ് ഇതുവരെ തോന്നിയിട്ടില്ല. അതെന്താ, കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്താൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഇതിനോടുണ്ടാവും. കാരണം ഇതിനൊരു ക്യൂറബിൾ ഡിസീസ് അല്ല എന്നാണ് പറയാം, മദ്യപാനം ഒരു ക്യൂറബിൾ ഡിസീസ് അല്ല എന്നാണ് പറയാം. അപ്പോൾ ആ ടെൻഡൻസി എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എനിക്ക് മാതാവ് ചെയ്തു തന്ന ഒരു മാധ്യസ്ഥ ഈശോ പ്രവർത്തിച്ചൊരു വലിയ അത്ഭുതം, ആ ടെൻഡൻസി എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. അതില്ല. ഇപ്പോൾ നമുക്കിപ്പം നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇതിലേക്ക് നടക്കുമ്പോൾ നമുക്കൊരു വലിവ് അങ്ങോട്ട് തോന്നും, ഒരു ടെൻഡൻസി തോന്നും. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയാൽ എനിക്കിപ്പോൾ 10 പേര് കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പോയി അതിൻ്റെ സെൻറ്ററിൽ നിന്നാൽ പോലും എനിക്ക് ആ ടെൻഡൻസി തോന്നില്ല. അത് ഞാനിപ്പോഴും വിശ്വസിക്കും. ഞാൻ അന്ന് ആ മെഡിസിൻ എടുത്തപ്പോൾ എനിക്ക് കുറച്ച് കാലം നിർത്താൻ പറ്റി. പക്ഷേ അന്നേരം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് കഴിക്കണമെന്ന്. ഇപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ടെൻഡൻസിയോ ആഗ്രഹമോ അത് പൂർണ്ണമായിട്ട് ഞാൻ വിട്ടുപോയി എന്നുള്ളത് ഒരു വളരെ എന്നാ പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ 18-18 വയസ്സിൽ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയ ആളാണ്. എനിക്ക് 36 വയസ്സായി. ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചിട്ട് എനിക്കത് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കാൻ പറ്റും, ഇത്രയും കാലം ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റും, പ്രത്യേകിച്ച് ഈ ഫീൽഡും കൂടെ ആയതുകൊണ്ട് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു കൺവേർട്ട് ഉണ്ടായത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പം ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു ഡച്ച് കറേജ് എന്ന് പറയാം, നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യം, അതിനെ ഒന്ന് സ്വിച്ച് ചെയ്ത് കൊടുത്തു. നമ്മൾ കുത്തേണ്ട പ്ലഗ് ഒന്ന് മാറ്റി കുത്തി കൊടുത്തു. അത് ഉടമ്പടിയിൽ നമുക്ക് നിലനിന്ന് പോകാനോ, ഉടമ്പടി ഒരു പ്രാർത്ഥന, അച്ഛൻ എപ്പോഴും പറയാം, ഉടമ്പടി ഒരു പ്രാർത്ഥനയോ കാര്യങ്ങളോ അല്ല. അച്ഛൻ്റെയൊക്കെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു ജീവിതചര്യ പോലെ അതിനൊരു ഇതുണ്ട്, ഒരു താളമുണ്ട് അത് കൊണ്ടുപോകുന്നതിന്. അത് എപ്പോഴും നമ്മൾ പോയിട്ട് കാരുണ്യപ്രവൃത്തി ചെയ്യാനോ ഇതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു സമയം അതൊന്നും കിട്ടുന്ന ഒരാളുമല്ല, അത് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയോ കാര്യങ്ങളോ ഉള്ള ഒരാളും അല്ല ഞാൻ. പക്ഷേ നമ്മളിലേക്ക് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചിലപ്പം ചെറിയൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആവാം, നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് എന്താ പറയുക റിട്ടേൺസ് കിട്ടാൻ തുടങ്ങും. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ തുടങ്ങും നമുക്ക് ശരിക്കും. അത് എങ്ങനെയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നിസ്സാരം ഒരാളോടൊരു എൻ്റെയൊക്കെ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും 24 മണിക്കൂറും ഫൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു ടെൻഷൻ പിടിച്ച ഒരു ഫീൽഡാണ്. ഞാൻ ആ ഒരു ടോണും ആ രീതികളും പതിയെ ഒന്ന് മാറ്റി പിടിച്ചു. പതിയെ നമുക്ക് എല്ലാത്തിനും ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി അപ്പം നമ്മൾ ആ റെഗുലർലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി നമ്മുടെ ദേഹത്ത് നിന്ന് വിട്ടുപോയിട്ട് നമുക്ക് വേറെ എന്തോ നമ്മുടെ കൂടെ ആരോ എന്തോ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു ബലം നമ്മുടെ ഉള്ളിൽ അത് കയറി കഴിഞ്ഞാൽ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് വിശ്വസിക്കുന്ന ഉടമ്പടിയുടെ ആ എല്ലാവരും നമുക്കുള്ളൂ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു തരും. ഈ ഒരു പ്രാർത്ഥനയുടെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി എങ്ങനെ നമുക്കിതിനെ
പോസിബിൾ ആക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയും, കുറേ നമ്മൾ പ്രാർത്ഥിച്ച് കുറേ സ്വർഗ്ഗസ്നാപിതാക്കം നമ്മൾ ചെല്ലിയാലും നമുക്കൊരു ഇത് കിട്ടത്തില്ല. പക്ഷേ ഇതൊരു പ്രാക്ടിക്കൽ പ്രയറാണ്. അപ്പോൾ അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ കൂടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും. അല്ലാതെ നമുക്ക് കുറച്ച് എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ കിട്ടും. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 45-50 ദിവസം കൊണ്ട് എൻ്റെ ഒരു വലിയ ഹാബിറ്റ് അവിടെ നിന്ന് എടുത്ത് മാറ്റപ്പെട്ടപ്പോൾ ഈ ഒരു 45-50 ദിവസം കൊണ്ട് ഞാൻ അപ്രാപ്യം എന്ന് ഒരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നാത്ത പല പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നു. അത് ഞാൻ പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് പറയുമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കൂട്ടത്തിലേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറ്റിയല്ല എന്ന് തോന്നുന്നൊരു കാര്യത്തിൽ, നമുക്ക് പറ്റിയല്ലാത്തൊരു കാര്യം നമ്മുടെ ഉള്ളിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ അവർ ത്രൂ ഇത് സാധ്യമാണ്. മാതാവ് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ആ ഉടമ്പടി പാലിക്കേണ്ട എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ബാക്കിലുള്ള പ്രാർത്ഥന മാത്രമല്ല, ഫ്രണ്ട് മുതലുള്ള ആ ബുക്ക് കംപ്ലീറ്റ് നിങ്ങൾ വായിക്കണം. പറ്റിയാൽ ഒരു 3-4 വട്ടം അത് വായിച്ചിട്ട് അത് ചെയ്യേണ്ട രീതി ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു 80% നിങ്ങളൊരു പൂർണ്ണതയോടെ ചെയ്താൽ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്ന പോലെ നിങ്ങൾ ഇരിക്കുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതേപോലെ വേറെ ഒരു അനുഭവം എനിക്ക് എൻ്റെ കൂടെ പറയാനുള്ളത്, ഞാനിപ്പം ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പം ഞാൻ എൻ്റെ ഈ വിസയൊക്കെ വരുന്നതിനൊക്കെ മുന്നേ ഞാൻ വേറെ ഒരു 2 മാസം മുന്നേ ഒരു പ്രോപ്പർട്ടിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ മുസ്ലിംസിൻ്റെ പ്രോപ്പർട്ടിയാണ്, വളരെ ലോ ആയിട്ട് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവർക്ക് 18 റെസ്റ്റോറൻറ്റ് ഉള്ളവരാണ്. അപ്പോൾ അവരൊരു പുതിയ 2 വെഞ്ചർ തുടങ്ങിയത്, മൾട്ടിക്യൂസിൻ്റെ ഒരു 2 വെഞ്ചർ തുടങ്ങിയില്ല. ആദ്യത്തെ പ്രോപ്പർട്ടി അവർ എടുത്ത് റൺ ചെയ്ത് ഒരു 3 മാസം റൺ ചെയ്ത് ഭയങ്കര ലോസിൽ പോയി. വേറെ ഒരു പ്രോപ്പർട്ടി അവർ എടുത്തിട്ടിട്ട് അവർ ഏകദേശം ഒരു 2 കോടി രൂപ എടുത്ത് 2 പ്രോപ്പർട്ടിക്ക് വേണ്ടി മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അവരത് ഓപ്പൺ ചെയ്യണോ മുന്നോട്ട് കൊണ്ടുപോകണോ ഒന്നും അറിയത്തില്ലാതെ ഇങ്ങനെ നിൽക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ അവർ സ്റ്റാർട്ട് ചെയ്ത ഈ 3 മാസവും ഭയങ്കരമായിട്ട് നഷ്ടത്തിലേക്ക് പോയി. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 40,000 50,000 ഒക്കെ സെയിലുള്ളൂ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഞാനൊരു നല്ല സാലറിയിൽ അവിടെ ജോയിൻ ചെയ്യുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പെട്ടെന്ന് അറേഞ്ച് ആയ ഒരു ജോലിയാണ്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞത്, ഷെഫ് എന്നോട് ഡിമാൻഡായിട്ടല്ല വെച്ചാൽ, ഷെഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ഒരു 1+ സെയിലും പോയില്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്നോ. അപ്പം അവരിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ ചെയ്ത പ്രൊമോഷൻ്റെയും കാര്യങ്ങളിലൊക്കെയാണ്. പക്ഷേ നമ്മുടെ അടുത്തൊരു വലിയ സാധനം ഉണ്ടായിരുന്നു, ഒരു നേർച്ച വസ്തു ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ ഉപ്പ് അവിടെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ അതിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ വ്യക്തമായിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ലഞ്ച് ടൈമിൽ ലീനായിരിക്കും, ഞാൻ ഡിന്നർ ടൈമിൽ ഈ സാധനം കൊണ്ടുപോയിട്ട് ഞാനിങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ആ സംഭവം. നമ്മൾ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറയാം. എന്നാൽ അതുകൊണ്ട് തന്നെയാണോ എന്ന് എനിക്കൊരു പൂർണ്ണ ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ച് പോയി കഴിയുമ്പോൾ പതിയെ ഈ എന്നാ പറയുന്നത്, വലയ്ക്കകത്ത് മീൻ വന്നു നിറയല്ലേ എന്ന് പറഞ്ഞ പോലെ പാർക്കിങ് ഫുള്ളാന്നൊക്കെ ഞാൻ എൻ്റെ കണ്ണിൽ കൂടെ വിറ്റ്നസ് ചെയ്ത സംഭവങ്ങളാണ്. അപ്പം അവരുടെ പ്രോപ്പർട്ടിയിലുണ്ടായ ഒരു അഭിവൃദ്ധി, അതൊക്കെ പ്രകടമായിട്ട് ഈ ഒരു 40-45 ദിവസത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാട്ടോ. വളരെ ഷോർട്ട് ടൈം പീരീഡിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്രത്യേക എന്താ പറയുക, നമ്മുടെ ഈ ടെൻഡൻസി പോകാൻ. അതുപോലെ ഉപ്പ് ഞാൻ രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം വന്നിട്ട് ഈ ഉപ്പാണ് ഞാൻ ആദ്യത്തെ എൻ്റെ ഭക്ഷണമായിട്ട് മാക്സിമം ഡേയ്സിൽ, ചിലപ്പോൾ മറന്നുപോയാലും ഞാൻ മിക്ക ദിവസങ്ങളിൽ ഇത് കഴിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു സംഭവമൊക്കെ നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പം ദൈവത്തിൻ്റെ സ്പർശമുള്ള ചില സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വേറെയുള്ള അശുദ്ധിക്കൊന്നും നമ്മളെ ടച്ച് ചെയ്യാനോ ഇത് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ അത് എൻ്റെ ഈ ഒരു 45 ദിവസം ഞാൻ അനുഭവിച്ച ഒരു സംഭവം. എനിക്ക് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. എൻ്റെ യാത്രകൾ സുഖമാകാൻ ഏറ്റെടുക്കുന്ന പുതിയ ഉദ്യമങ്ങൾ നല്ല രീതിയിൽ എനിക്ക് കീപ്പപ്പ് ചെയ്യാനും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഉടമ്പടി എനിക്ക് വീണ്ടും ഒന്നുകൂടെ പറയാനുള്ളത്, ചെയ്യേണ്ട രീതിയിൽ തന്നെ അത് ചെയ്യുക, അപ്പോഴേ അതിന് ഫലം ഉണ്ടാവും.